വാക്കുകൾ നമ്മൾ കേൾക്കുകയാണ്. അത് തർജ്ജമയുടെ വിവരങ്ങളാണ് ഇപ്പോൾ ആദിൽ പറഞ്ഞത്. നോക്കൂ, അതൊരു സ്ഥിരീകരിച്ച വിവരമായി നമുക്ക് പറയാൻ കഴിയുന്നതല്ല. ആയത്തുള്ള ഖമനേയി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ, അദ്ദേഹത്തെ കൊലപ്പെടുത്തിയോ എന്നുള്ളതൊന്നും സ്ഥിരീകരിച്ച വിവരമല്ല. പക്ഷേ ഇസ്രയേൽ, ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെടുന്ന വാക്കുകളാണ്. ഒരുപക്ഷെ കൊല്ലപ്പെട്ടിരിക്കാം, അതിന് തെളിവുകൾ നിരത്തുന്നുമില്ല. പക്ഷേ തെളിവുകൾ ഉണ്ടെന്നാണോ നെതന്യാഹു പറയുന്നത്? അതിൽ നെതന്യാഹുവിന്റെ വാദങ്ങൾ ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങളുടെ പ്രതികരണം കൂടി ചില റിപ്പോർട്ടുകളായി പുറത്തു വരികയാണ്. ഇറാൻ മാധ്യമങ്ങൾ നെതന്യാഹുവിന്റെ വാദങ്ങൾ തള്ളുകയാണ് എന്ന റിപ്പോർട്ടുകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. ഖമനേയി ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് ഈ ആക്രമണത്തിന്റെയും സംഘർഷത്തിന്റെയും ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഖമനേയിയുടെ തലയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രയേലിനെയും അമേരിക്കയെയും സംബന്ധിച്ച്, ട്രംപിനെയും നെതന്യാഹുവിനെയും സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യം പൂർത്തീകരിച്ചോ ഇല്ലയോ എന്ന ചോദ്യമാണ് നെതന്യാഹുവിന് മുന്നിൽ ഉണ്ടായിരുന്നത്. അത് പൂർത്തീകരിച്ചിരിക്കുന്നു. ജീവിച്ചിരിപ്പില്ല, അതിനുള്ള സാധ്യതകൾ തന്നെയാണ് എല്ലാ വിധത്തിലും കാണുന്നത്. ഖമനേയി കൊല്ലപ്പെട്ടിരിക്കാം എന്നുള്ള അവകാശവാദമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു മുന്നിൽ വെക്കുന്നത് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ. പക്ഷേ ഖമനേയി ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇനി അടുത്ത മണിക്കൂറുകളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇനി അഥവാ ഏതെങ്കിലും രൂപത്തിൽ ഖമനേയിയുടെ ജീവൻ എടുക്കാൻ തക്ക മിസൈലുകളാണ് ഇസ്രയേൽ പുറപ്പെടുവിച്ചിട്ടുള്ളതെങ്കിൽ, മിസൈൽ അയച്ചിട്ടുള്ളതെങ്കിൽ, അത് ഈ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുന്ന വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ സാഹചര്യം ഒരുക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും നിർണായകമായ ഒരു പ്രതികരണം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകളിൽ ഖമനേയിയുടെ തല മാത്രമല്ല, ആണവ ഗവേഷകർ അടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആണവ ഗവേഷകർ പ്രധാനമായും നേരത്തെ നടന്ന സംഘർഷത്തിൽ തന്നെ, കഴിഞ്ഞ വർഷം നടന്ന സംഘർഷത്തിൽ തന്നെ ആണവോർജവുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷകരെ, നിരവധി ആളുകളെ ഇസ്രയേൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയിരുന്നു. സമാനമായി ആണവ ഗവേഷകർ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വ്യക്തമായ വിവരം ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാജ്യത്തെ അഭിസംബോധന ചെയ്തിരിക്കുമ്പോൾ അക്കാര്യം കൂടി വ്യക്തമാക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള വ്യക്തതകളോ തെളിവുകളോ ഒന്നും ഹാജരാക്കാതെയാണ് നെതന്യാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇനി വ്യക്തത വേണം. ഖമനേയി ഇതുവരെ കൊല്ലപ്പെട്ടിട്ടില്ല, ജീവനോടെ തന്നെ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇറാൻ മാധ്യമങ്ങളും പങ്കുവെക്കുകയാണ്. റോഷ്നി, യെസ്, അതാണ് ഇറാൻ പറയുന്നുണ്ട്. അദ്ദേഹം ജീവനോടെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിന്റെ താമസ സ്ഥലം തകർത്തുവെങ്കിലും അതിൽ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരങ്ങൾ ഇറാനും അറിയിക്കുന്നുണ്ടായിരുന്നു. സജോ ദേവസ്യയിലേക്ക് പോവാം. സജോ, ഈ ഖമനേയിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് അദ്ദേഹം ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യാപ്തി മറ്റൊന്നാണ്. ഈ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ഈ റിട്ടാലിയേഷൻ, അതിവിടെ ഒന്നും നിൽക്കില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ തന്നെ ദീർഘനാൾ നീണ്ടു നിൽക്കുമെന്ന് അവകാശവാദങ്ങൾ ഉണ്ടെങ്കിലും ഖമനേയി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യാപ്തി മറ്റൊന്നാണല്ലോ. സജോ, 70കളുടെ അവസാനത്തോടു കൂടി തന്നെ ഇറാനിൽ ഷിയ സമുദായത്തിന്റെ ഭരണകൂടം നിലവിൽ വരുന്നു. ആ ഭരണകൂടം ഈ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും കണ്ണിൽ കരടാണ്. തുടക്കം മുതൽ തന്നെ, ഏറ്റവും തുടക്കം മുതൽ തന്നെ ഇസ്രയേൽ ഒരേ ഒരു നിലപാടിലാണ്, ഒരു ഭരണമാറ്റം വേണമെന്നുള്ളത്. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക പല നിലപാടുകളിലേക്ക് മാറുന്നുണ്ടെങ്കിലും ഇസ്രയേൽ ആ ഒരൊറ്റ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു, ഭരണമാറ്റം. അതിൽ ആയത്തുള്ള ഖമേനി എന്നുള്ള ഒരു ലക്ഷ്യം ഇസ്രയേലിനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ടാവാമെന്ന അവകാശവാദം നെതന്യാഹു ഈ ഘട്ടത്തിൽ ഉന്നയിക്കുമ്പോൾ അതെത്രത്തോളം നിർണായകമാണ് സജോ? റോഷ്നിയും, ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ ഇറാനിന്റെ കാര്യത്തിൽ ഒരിക്കലും പ്രായോഗികമായിരുന്നിട്ടില്ല എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അതിനു മുമ്പ് വരെയും ഇറാന്റെ ചരിത്രം അങ്ങനെയല്ല. ഇസ്രായേൽ പലപ്പോഴും ഇറാന്റെ പഴയ ഭരണകൂടവുമായി സഖ്യത്തിൽ ഏർപ്പെട്ട ചരിത്രമുണ്ട്. അത് പക്ഷേ ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷൻ നടന്നതിന് ശേഷം അത് സാധ്യമായിരുന്നില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് പശ്ചിമേഷ്യയിലെ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഏറ്റവും ശക്തമായ നിലപാടെടുത്തത് ഇറാനാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അന്നു മുതൽ ഈ പ്രശ്നങ്ങൾ, ഈ അശാന്തി പശ്ചിമേഷ്യയിലുണ്ട്. ആ ഘട്ടം മുതൽ ഇപ്പോഴത്തെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയിയെ അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ ആ ഭരണകൂടത്തിന് തുടരാൻ കഴിയില്ല എന്ന നിലപാട് പലപ്പോഴായി ഇസ്രായേൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു.
അമേരിക്കയും ആ നിലപാടിന്റെ തുടർച്ച പ്രത്യേകിച്ച് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഇതിൽ നെതന്യാഹു പ്രധാനമായും അദ്ദേഹത്തിന്റെ അഭിസംബോധനയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ച കാര്യം ഖാംനെയിയുടെ കൊട്ടാരം അത് സമ്പൂർണ്ണമായും തകർത്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിച്ച കാര്യം. അപ്പോൾ അദ്ദേഹം എവിടെ എന്താണ് പ്രധാനമായും പാശ്ചാത്യ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യം. അത് പക്ഷേ ഇറാനിയൻ മാധ്യമങ്ങൾ സമ്പൂർണ്ണമായും തള്ളുകയാണ്. എന്തെങ്കിലും ഒരു തെളിവ് ഇത് സംബന്ധിച്ച് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ ആക്രമണങ്ങളെക്കുറിച്ച് ആക്രമണ ദൃശ്യങ്ങളെക്കുറിച്ച് പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ നടന്ന അമേരിക്കയിലെ സൈനിക താവളങ്ങളിലെ ആക്രമണം, ഒപ്പം ഇറാനിലെ വിവിധയിടങ്ങളിൽ നടന്ന ആക്രമണം, തിരിച്ച് ഹൈഫയടക്കമുള്ള ഇസ്രായേലിന്റെ മേഖലയിലേക്ക് ഇറാന്റെ തിരിച്ചടി എന്നിവയെ സംബന്ധിച്ചുള്ള തെളിവുകൾ, ഇതിനകം നിരവധി തെളിവുകൾ വിവിധ മാധ്യമങ്ങൾ വഴി പുറത്തു വന്നെങ്കിലും ഖമേനി സുരക്ഷിതനാണ് എന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ ഇറാൻ മാധ്യമങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത്. അതിൽ നേരിട്ടുള്ള ഒരു അവകാശവാദത്തിലേക്ക് നെതന്യാഹു പോയിട്ടില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഖമേനിയുടെ കൊട്ടാരം തകർത്തു എന്നാണ് പ്രധാനമായും പറയുന്നത്. ഖമേനി കൊല്ലപ്പെട്ടതിന് തെളിവുകളുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും അതിൻ്റെ എന്തെങ്കിലും തെളിവുകൾ ഇസ്രായേലോ IDF ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല, അല്ലെങ്കിൽ അമേരിക്കയോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇക്കാര്യത്തിൽ നെതന്യാഹുവിൻ്റെ ഒരു അവകാശവാദമാണ്. പക്ഷേ അപ്പോഴും ഖാംനെയെ തന്നെയാണ് ഇറാന്റെ സുപ്രീം ലീഡർ അല്ലെങ്കിൽ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ വകവരുത്തുക എന്നത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഇസ്രായേലിന്റെ എക്കാലത്തെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. അല്ലെങ്കിൽ സമീപകാലത്ത് ഇറാൻ സ്വീകരിച്ചു പോന്നിട്ടുള്ള നിലപാട്. ഏറ്റവും ഒടുവിൽ ഗ്രേറ്റർ ഇസ്രായേലിന്റെ ഭാഗമായുള്ള ലക്ഷ്യങ്ങൾ, ഗസയിലെ ആക്രമണങ്ങൾ, അങ്ങനെ ഒക്ടോബർ 7 ശേഷം സംഭവിച്ച യുദ്ധം, അതിന് പിന്നാലെ ലോകത്ത് രൂപപ്പെട്ട സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ആ ഘട്ടത്തിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഖമേനിയും ഇറാനുമാണ് എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്, അതിന്റെ തുടർച്ചയാണ്. പക്ഷെ അതിൽ ഏറ്റവും ഒടുവിൽ കേന്ദ്രീകരിച്ചിരുന്നത് ആണവായുധ സമാഹരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആണവ ശക്തി എന്ന നിലയ്ക്ക് ആണവായുധങ്ങളുടെ അല്ലെങ്കിൽ ആണവ ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം എന്നിവ കേന്ദ്രീകരിച്ച് നടന്നതാണ്. അതിൽ പക്ഷേ ഏറ്റവും പ്രധാനം പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾ. അതിൽ പക്ഷേ ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് പ്രധാനമായും ഇസ്രായേലിന്റെ മാത്രം താല്പര്യമാണ്, അതിനെ ട്രംപ് പിന്തുണയ്ക്കുന്നു എന്നതാണ്.